സ്വന്തമായി ഒരു ഐലൻഡ് വാങ്ങുക, പാവപ്പെട്ട വീട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ മോഡലിംഗ് എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചും പഠനത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചും ഐലൻഡിലെത്തിക്കുക, ലൈംഗികമായി ചൂഷണം ചെയ്യുക, തൻ്റെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കുക, ചില കുഞ്ഞുങ്ങളെ അതേ ഐലൻഡിൽ കൊന്നു കുഴിച്ചു മൂടുക, ചില കുഞ്ഞുങ്ങളെ കൊന്ന് ബർഗറായും ഷവർമയായും കഴിക്കുക. ആരാണ് അയാൾ? ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ. ആരാണ് ആ സുഹൃത്തുക്കൾ? ലോകത്തിലെ തന്നെ വമ്പന്മാർ. 2008 പിഞ്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിന് നിയമത്തിന്റെ പിടി വീണവൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ നിയമം പുറത്തുവിട്ടവൻ. എങ്ങനെ പുറത്തു ചാടി? പണവും വമ്പന്മാരുമായുള്ള സ്വാധീനവും. വീണ്ടും 2019 അതേ കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ ദുരൂഹമായി ആത്മഹത്യ ചെയ്തവൻ. ഇപ്പോൾ ഇതാ എഫ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നപ്പോൾ ലോകം നെടുങ്ങിപ്പോയി. ഭയാനകരമായ ഒരുപാട് വീഡിയോകളും ഫോട്ടോകളും, കൂടാതെ അയാളുമായി ബിസിനസ് കോണ്ടാക്റ്റുള്ള, അയാളുമായി യാത്ര ചെയ്ത, അയാളുമായി ഐലൻഡിൽ ചിലവഴിച്ച, അയാളുമായി സഹകരിച്ചവരുടെ ഒരു നീണ്ട പട്ടിക. ആ പട്ടികയിൽ ഈ ലോകത്തെ വമ്പൻ സ്രാവുകളാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് പോലും ആ പട്ടികയിൽ ഇടം പിടിച്ചു. ഇങ്ങനെ ലോകമറിയാതെ പോയ എത്രയോ ഫയലുകൾ. ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഒരു കൂട്ടം നരഭോജികളുടെ കയ്യിലാണ് ഈ ലോകം. നമുക്ക് രക്ഷയുണ്ടോ? ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇതിൻ്റെ അവസാനമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.